DGP മനോജ് എബ്രഹാം ഫയർഫോഴ്സ് മേധാവിയായി ചുമതലയേറ്റു. ഫയർഫോഴ്സ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. വകുപ്പിനെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്നും ആലോചിച്ച് നല്ല പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മനോജ് എബ്രഹാം പ്രതികരിച്ചു. പത്മകുമാർ IPS വിരമിക്കുന്നതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന മനോജ് എബ്രഹാം എത്തുന്നത്. DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മെയ് 1-ാം തീയതി തന്നെ മനോജ് എബ്രഹാം ചുമതലയേറ്റു. ഫയർഫോഴ്സ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. വകുപ്പിനെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്നും ആലോചിച്ച് നല്ല പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മനോജ് എബ്രഹാം പ്രതികരിച്ചു. പോലീസിൽ പിന്നെ എല്ലാ ഒരു പോസ്റ്റിംഗ് പ്രൊമോഷനുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് ഫയർഫോഴ്സിലെ DG ആയിട്ട് ചാർജ് എടുക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല, കൂടുതൽ അറിവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ജനങ്ങളെ സേവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെ കൂട്ടുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഇതിനെ മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ട് പദ്ധതി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നതായി. 1994 ബാച്ച് IPS ഓഫീസറാണ് മനോജ് എബ്രഹാം. ഇന്റലിജൻസ് മേധാവി, വിജിലൻസ് ഡയറക്ടർ, പോലീസ് ആസ്ഥാനത്ത് ADGP എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ഇനി 7 വർഷം DGP റാങ്കിലുണ്ടാകും. മനോജ് എബ്രഹാം സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ ക്രമസമാധാന വിഭാഗം ADGP ആയി H വെങ്കടേഷും ചുമതല ഏറ്റെടുത്തു. മനോജ് എബ്രഹാം തുടങ്ങിവച്ച പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് H വെങ്കടേഷ് അറിയിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.